ശ്രീ വി ആർ അനൂപ്, ഇവിടെ കെ.സി. വേണുഗോപാലിന് വേണ്ടി വോക്കലായി വളരെ രോഷത്തോടെ ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് താങ്കൾ. അതിനുള്ള ന്യായങ്ങൾ താങ്കൾക്കുണ്ടാവാം. പക്ഷേ ജനത്തിന്റെ ന്യായം അതായിരുന്നില്ല. തെരുവിൽ അവർ ഹൈക്കമാൻഡിനെ തിരുത്തി, വി ഡി മുഖ്യമന്ത്രി. അതേസമയം അതേ കെ.സിക്ക് മന്ത്രിസഭയിൽ നിർണായക പങ്കാളിത്തമുണ്ട്. ആർ.സിക്ക് ആഭ്യന്തരമെന്ന് കേൾക്കുന്നുണ്ട്. നാളെയാണ് അന്തിമ തീരുമാനമാവേണ്ടത്. പഴയ കാലുഷ്യങ്ങൾക്ക് മറന്ന് ഒറ്റക്കെട്ടായി പോവാൻ, ഗ്രൂപ്പ് വൈരം മറന്ന് നിങ്ങൾ സെറ്റാണോ നാളത്തെ ദിവസത്തിനായി? ശ്രീ വി ആർ അനൂപ്. ഹാഷ്മി, ഒരു ചർച്ചയിൽ അങ്ങ് പാലിക്കേണ്ട സാമാന്യ മര്യാദ പാലിക്കണം. കെ.സി. വേണുഗോപാലിന് വേണ്ടി ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് പാർട്ടി നിലപാടാ. അല്ല, കെ.സി. വേണുഗോപാൽ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വി ഡി സതീശനെ, വെള്ളാപ്പള്ളി നടേശനെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിരൂക്ഷമായ ഭാഷയിൽ ഒരു മയവുമില്ലാതെ മറുപടി പറഞ്ഞ ആളാ. ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ കെ.സി. വേണുഗോപാലിനെ പ്രതിരോധിക്കും, വി ഡി സതീശനെ പ്രതിരോധിക്കും, രമേശ് ചെന്നിത്തലയെ പ്രതിരോധിക്കും. ഞാൻ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് KPCC അയച്ചൊരു പ്രതിനിധിയാണ്. അങ്ങത് മാറ്റിവെക്കണം. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ചർച്ചയിൽ തുടരാം. താങ്കൾ കോൺഗ്രസ് പാർട്ടി, അത് തർക്കം എന്താണ്? താങ്കൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ്. പക്ഷേ ആ കെ.സി. ആർ.സി. മുഖ്യമന്ത്രി മത്സരത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി റേസിൽ താങ്കൾ പക്ഷം പിടിച്ചത് കെ.സിക്കൊപ്പമാണ്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. താങ്കൾ അതിൽ അസ്വസ്ഥനാവണ്ട. അസ്വസ്ഥതയുടെ പ്രശ്നമൊന്നുമില്ല ഹാഷ്മി. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണം എന്നൊരു ചർച്ചയിലും പറഞ്ഞിട്ടില്ല. അതെന്റെ കടമയുമല്ല. കെ.സി. വേണുഗോപാലിനെതിരെ ചില ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ പറഞ്ഞു. അത് ഇതിനു മുമ്പ് നിങ്ങൾ വി ഡി സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ വിദ്വേഷ പരാമർശങ്ങളിൽ എല്ലാ ചാനലിലും പോയി. പല ആളുകളും ചർച്ചയിൽ പങ്കെടുക്കാത്തപ്പോഴും ഞാൻ വളരെ കൃത്യമായ താങ്കളുടെ ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്ന് എന്റെ ഓർമ്മ. പ്രതിരോധിച്ച ആളാ. ഞങ്ങളുടെ ഒരു നേതാവിനെയും ആരും തെരുവിലിട്ട് അലക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ അത് വേണ്ട ഹാഷ്മി. ഞാൻ താങ്കളോടുള്ള വ്യക്തിപരമായ എല്ലാ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്. അങ്ങനെ അത്തരം കാര്യത്തിലേക്ക് ചർച്ച കൊണ്ടുവേണ്ട. KPCC, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC അയച്ച പ്രതിനിധിയാണ് ഞാൻ. ഓൺ ദ ബിഹാഫ് ഓഫ് ദ പാർട്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. താങ്കൾ എങ്ങനെ രോഷപ്പെടല്ലേ? കാര്യം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ദിവസമല്ലേ നാളെ. നിങ്ങളുടെ മന്ത്രിസഭ അധികാരത്തിലേക്ക് വരികയല്ലേ? രോഷത്തിന്റെ പ്രശ്നമല്ല. ഈ ചർച്ചയിൽ അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ. കോൺഗ്രസ് പാർട്ടി ഒരു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ. മുൻവിധിയോടുകൂടി ചോദ്യം തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ. നാളെ മുതൽ പുതിയ ദിവസം, ഡേ 1, വി ഡി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ, ഒരുപാട് വെല്ലുവിളികൾ. അതിനെപ്പറ്റി പറയൂ വി ആർ അനൂപ്. അല്ല, അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത് ഹാഷ്മി. അങ്ങത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ നിർബന്ധിതമായിരുന്നുള്ളൂ. എല്ലാ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണിത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ലിസ്റ്റ് നോക്കൂ. കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായിരുന്ന 4 പേർ, ടി സിദ്ദിഖ്, PC വിഷ്ണുനാഥ്, M ലിജു, ഇപ്പോഴത്തെ പ്രസിഡന്റ് OJ ജനീഷ് അടക്കം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ യുവജന പ്രസ്ഥാനത്ത് നയിച്ച 4 പേർ. അത് മാത്രമല്ല കേട്ടോ, കേരളത്തിൽ ഈ പറയുന്ന സാമൂഹിക നീതിയെ കുറിച്ച് സംസാരിക്കുന്ന ഇടതുപക്ഷ അധികാരത്തിലുള്ളപ്പോൾ പട്ടികജാതി ജനവിഭാഗത്തിന് മന്ത്രി പോലും ഇല്ലാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കാൻ ഒരു മന്ത്രി പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ 2 മന്ത്രിമാർ ചരിത്രത്തിൽ ആദ്യമായി പട്ടികജാതി ജനവിഭാഗത്തിൽ ലഭിക്കുമ്പോൾ അത് സാമൂഹിക നീതിയുടെ സാക്ഷാത്കാരമാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വളരെ കൃത്യമായ ഒരു പോസിറ്റീവായ സാമൂഹിക നീതിയെ അഭിസംബോധന ചെയ്യുന്ന, അഡ്രസ് ചെയ്യുന്ന ഒരു മന്ത്രിസഭാ പുനഃസംഘടനയാണ് നടന്നിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 5 വർഷത്തെ 10 വർഷത്തെ ഭരണത്തിൽ പട്ടികജാതി ജനവിഭാഗത്തെ സംബന്ധിച്ച് കിഫ്ബിയിലൂടെ ഈ 12% ദളിത് ജനവിഭാഗങ്ങൾക്കും ST ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ബജറ്റ് അലോക്കേഷൻ കിഫ്ബിയിലൂടെ മറികടന്നുവെങ്കിൽ അധികാരത്തിൽ നിന്ന് പട്ടികജാതി ജനവിഭാഗത്തെ മാറ്റി നിർത്തി. ഇവിടെ കൃത്യമായി കോൺഗ്രസ് അതിൻ്റെ സാമൂഹിക നീതിയുടെ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ ഇതാദ്യമായി പട്ടികജാതി ജനവിഭാഗത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേരെ നിയോഗിച്ചിരിക്കുന്നു. അത് വളരെ പ്രധാനമാണ്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അത് ഗംഭീര മൂവാണ്, ഒരു തർക്കം കാര്യത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.